പ്രിയപ്പെട്ടവരെ നമസ്കാരം. നമ്മളിന്ന് ഒരു സാമ്പാർ പൊടിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നാളെ നമുക്ക് ആ സാമ്പാർ പൊടി കൊണ്ട് സാമ്പാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇപ്പോൾ നമ്മൾ ആദ്യം സാമ്പാർ പൊടി ഉണ്ടാക്കും. സാമ്പാർ പൊടി ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ 100 ഗ്രാം മിളക് വാങ്ങിക്കുക. എന്നിട്ട് അതിൽ നിന്ന് ഒരു 10-15 മിളകായിട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളത് ഞെട്ടി കളഞ്ഞ് വെക്കുക. ആ മിളകാണ് ഇത് കേട്ടോ. ഈ മല്ലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ വെള്ളം കുടിക്കുന്ന ഗ്ലാസ് ഉണ്ടല്ലേ, സാധാരണ ഗ്ലാസ്, ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് അങ്ങോട്ട് എടുക്കുക. അത് ഒരു 125 ഗ്രാം ഉണ്ടാവും. ഇനി ഉഴുന്നും പരിപ്പ്, ഇത് നമ്മളെ വീട്ടിൽ സാധാരണ ടീസ്പൂൺ കണ്ടിട്ടില്ലേ, ഇതുകൊണ്ട് ഒരു 3 ടീസ്പൂൺ എടുക്കുക. നോക്കിയേ കണ്ട, അതെ 3 ടീസ്പൂൺ കേട്ടോ. അതുപോലെ ഈ കടലപ്പരിപ്പും 3 ടീസ്പൂൺ എടുക്കുക. പിന്നെ തുവരപ്പരിപ്പ് അത് 3 ടീസ്പൂൺ എടുക്കുക കേട്ടോ. ഇനി മഞ്ഞൾപ്പൊടി നമ്മൾ ഇതുപോലെ തന്നെ 2 ടീസ്പൂൺ എടുക്കുക. ഈ നമ്മൾ ഈ സാമ്പാർ ഉണ്ടാക്കുമ്പോൾ നമ്മൾ മഞ്ഞൾപ്പൊടിയും കഷ്ണങ്ങളിലേക്ക് മഞ്ഞൾപ്പൊടിയൊക്കെ ഇടും. അപ്പോൾ മഞ്ഞൾപ്പൊടി എടുക്കുന്നതിൽ വ്യത്യാസം വന്നാലും കുഴപ്പമാക്കേണ്ട ആവശ്യമില്ല. പിന്നെ കായം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് പൊടിയായിട്ട് കിട്ടുമ്പോൾ 1.5 ടീസ്പൂൺ, ഇങ്ങനത്തെ ടീസ്പൂൺ കൊണ്ട് 1.5 ടീസ്പൂൺ, ഇത് ഇത്രയ്ക്ക് പോകുന്ന കഷ്ണം എടുത്തോണ്ട് നമ്മൾ. ഇനി ഉലുവ നമുക്ക് ഈ ടീസ്പൂൺ കൊണ്ട് തന്നെ 1.25 ടീസ്പൂൺ എടുക്കാം കേട്ടോ. പിന്നെ വേപ്പില നമ്മൾ ഒരു 5-6 തണ്ട് എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് എടുത്ത ഒരു കുഴപ്പമില്ല. ആദ്യം തന്നെ ഇങ്ങനത്തെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് തീ കത്തിക്കുക. ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഓരോ സാധനങ്ങളായിട്ട് വറക്കാം. ആദ്യം നമുക്ക് മല്ലി വറക്കാം, ബ്രൗൺ കളറാവണ വരെ വറക്കണം കേട്ടോ. മല്ലിയുടെ ഒരു വറവ് മണം വരുന്നുണ്ട്. അപ്പോൾ മല്ലി ഇങ്ങനെ കിടന്ന് പൊട്ടിയിടും കേട്ടോ. ഒരു ബ്രൗൺ കളറായി തുടങ്ങിയിട്ട് കണ്ട. അപ്പോൾ നമുക്കിതിനി ഒരു പാത്രത്തിലേക്ക് ആക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് മിളക് ഇടാം കേട്ടോ. മിളക് വല്ലാണ്ട് ഇങ്ങനെ വറക്കണ്ട, ഒരു അത്യാവശ്യം ഒന്ന് ചൂടായാൽ മതി. ഇനി പരിപ്പുകൾ നമുക്കങ്ങോട്ട് ആക്കാം. ഇത് തുവരപ്പരിപ്പ് കേട്ടോ, ഇത് കടലപ്പരിപ്പ്, ഇത് ഉഴുന്നും പരിപ്പ്. ഇതൊരു ബ്രൗൺ കളറാവണ വരെ ആക്കണം കേട്ടോ. ഇതായിട്ടുണ്ട്. ഇനി നമുക്ക് ഉലുവയാക്കാം കേട്ടോ. ഉലുവയും ഒരു ലൈറ്റ് ബ്രൗൺ കേട്ടോ. പാത്രം ചൂടായി കാരണം വേഗം ഔട്ടത്. ഉലുവയായിൻ്റെ നമുക്കിതിനെ പാത്രത്തിലാക്കാം. ഇനി നമുക്ക് വേപ്പിലിടാം കേട്ടോ. വേപ്പിലരി വെള്ളത്തിൻ്റെ അംശമായിട്ട് പോകണം, എന്നിട്ട് അതൊരു ക്രിസ്പി വരുമല്ലേ. ഇതൊക്കെ ചെയ്യുമ്പോൾ തീയില്ലേ സിമ്മിൽ ചെറുതാക്കി ആക്കിയിട്ട് ചെയ്തോളാം, അല്ലെങ്കിൽ ഒക്കെ കരിയും. വേപ്പില ആയിട്ടുണ്ട്, നമുക്കിത് പാത്രത്തിലേക്ക് ആക്കാം കേട്ടോ. ഈ കായ ഇടണം കേട്ടോ. കായ നമ്മളെല്ലാം കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ എന്നാലും അതിൻ്റെ വറവില്ലേ അത് കറക്റ്റ് ആവുള്ള. കായപ്പൊടി ഉപയോഗിക്കുകയാണെങ്കിൽ ഈ വക പ്രശ്നമൊന്നുമില്ല ചേട്ടാ. കായം ആയിട്ടാ നമുക്കിത് ആ പാത്രത്തിലേക്ക് കേൾക്കാം. ഈ ഓഫ് ചെയ്യാം. അപ്പോൾ കായപ്പൊടിയാണ് ചേർക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കായപ്പൊടി വറക്കേണ്ട ആവശ്യമില്ല ചേട്ടാ, എനിക്ക് നേരെ ചേർത്താൽ മതി. ഇനി മഞ്ഞൾപ്പൊടി വറക്കണ്ട, അത് 2 ടീസ്പൂൺ കേട്ടോ. അത് ഇതായിരിക്കുന്നു. ഇനി ഇതെല്ലാം കൂടിയിട്ട് മിക്സിയിൽ ജാറിലിട്ട് പൊടിച്ചാണ്ട് എടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ സാമ്പാർ പൊടി റെഡിയായി. ഈ സാമ്പാർ പൊടി വെച്ചിട്ട് നമുക്ക് സാമ്പാർ ഉണ്ടാക്കുന്നത് അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. ഈ പൊടിയിൽ ഒരു അയറടക്കാത്ത പാത്രത്തിൽ അടച്ച് മൂടി വെച്ച് ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ നാൾ കേട് കൂടാണ്ട് എടുക്കാം കേട്ടോ നമുക്ക്.